मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അല്ല ഇത് എവിടെ പോയി? ആദ്യം ഇത് പറ, നമ്മളിത് എന്താ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? എന്ന് വെച്ചാ എന്താ കളഞ്ഞു പോയത് അറിയാതെയാണോ നീ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? എടോ തണുപ്പ് കാലം വരാ, അതുകൊണ്ട് ഞങ്ങള് ബ്ലാങ്കറ്റ്സ് കമ്പിളി അന്വേഷിച്ചോണ്ടിരിക്ക. ഓക്കേ. എന്തിനാ ഒച്ച വെക്കുന്നേ? അത് നിന്റെ പുറകെ വീഴുന്നിരിക്കുന്നത്. എടോ പിറക്കെ എന്റെ വാലുണ്ട്. എല്ലാവരുടെ പുറകിൽ വാല് തന്നെയാ ഉള്ളത്. ഇതിലിങ്ങനെ കരയാൻ മാത്രം എന്തിരിക്കുന്നു? എടോ ആ ബാഗിന്റെ വാലിന്റെ ഭർത്താവ് വീണ്. സോറി. വേഗം കമ്പിളി തേട്. കമ്പിളി എവിടെയും കാണുന്നില്ല. എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ വീണ്ടും പുതിയത് വാങ്ങണം. ഇല്ല, ആ കമ്പിളിക്കൊപ്പം ഒരുപാട് ഓർമ്മകളുണ്ട്. അതെ, ഞങ്ങൾ കമ്പിളി കൊണ്ട് ജോർദാറിനെ മൂടി ഒരു വഴിക്കാക്കി. ഹണി, ഓർമ്മകൾ എന്ന് പറഞ്ഞാ നല്ല ഓർമ്മകളാ. നോക്കണോ, ചെലപ്പോ തനിക്കത് നല്ല ഓർമ്മയല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയാണ്. കണ്ടു, നിങ്ങളുടെ പല്ലുകൾ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് കമ്പിളി എവിടെയുണ്ടെന്ന് പോയി അന്വേഷിക്കേ. അതാ പണി. അതെ, നമ്മൾ തിരഞ്ഞേ മതിയാവൂ. അത് കാഡ്കർ മേഡം ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. കമ്പിളി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മഞ്ഞ് സീസണിന് ശേഷം ഡ്രൈ ക്ലീനിന് കൊടുത്തതാ. തിരിച്ചു മേടിച്ചില്ലേ? അതെ. നീയാണോ വാങ്ങിച്ചോണ്ട് വന്ന്? അല്ല, ബണ്ണി വാങ്ങിട്ട് വന്നതാ. എന്റെ സുഹൃത്തെ, അത് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് എടുത്തോണ്ട് പോയതാ. അത് കഴിഞ്ഞ് സ്ലിപ്പ് ഞാൻ ജോർദാറിൽ കൊടുത്തു. എനിക്ക് ഓർമ്മ വന്നില്ല, മറന്നുപോയി. ഒരു ഡ്രൈ ക്ലീനർ എടുത്ത് പോകാം. ഇപ്പൊ ചെയ്തിട്ട് എന്താ കാര്യം? വർഷം മുഴുവനും ഡ്രൈ ക്ലീനിങ് ചെയ്ത് കീറി പോയിട്ടുണ്ടാവും. അയാൾ നിന്റെ മാമനൊന്നുമല്ലല്ലോ ഡെയിലി ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അയാൾ അവിടെ ഡ്രൈ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതാ നിങ്ങളുടെ തുണി. താങ്ക് യു ചേട്ടാ, കമ്പിളി വേണം. ശരി, എന്നാ സിഗ്നലിലേക്ക് ചെല്ല്. പണക്കാരന്മാർ അവിടെയാണ് കമ്പിളി കൊടുക്കുന്നത്. ഹലോ, ഞങ്ങളെ കണ്ടിട്ട് പാവങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദിക്കണ്ട, അങ്ങനെ അതേന്ന് പറഞ്ഞാലോ? നമ്മുടെ പടകിലും ദൂരം ഉള്ളപ്പോ കടലിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടാ, ഞങ്ങൾ ഒരു 4 കമ്പനി ഡ്രൈ ക്ലീനിങ്ങിന് തന്നിരുന്നു. അതൊന്ന് തരുമോ? ശരി ശരി, തരാം. ആദ്യം സ്ലിപ്പ് കാണിക്ക്. ഇതാ. സാരല്ലല്ലോ, നിനക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അല്ല, ഞാനൊരു കഴുതയാ. അതെ, അങ്ങനെ തന്നെ തോന്നുന്നേ. നിങ്ങൾക്കൊരു സ്ലിപ്പ് ഞാൻ തന്നില്ലേ, അത് കൊണ്ടുവാ. അത് കളഞ്ഞു പോയി. ശരി, ഡ്രൈ ക്ലീനിന് എപ്പോഴാ തന്നത്? ഇപ്പൊ തന്നെയാ, കഴിഞ്ഞ വർഷം. ശരി ശരി ശരി. എന്താ, എന്നെ കണ്ടിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? 5 വർഷത്തെ കണക്ക് വെച്ചോളാം. ചേട്ടാ, പ്ലീസ് ഒന്ന് അന്വേഷിക്കൂ, കിട്ടും. അതെ, അന്വേഷിച്ച ദൈവത്തിന് പോലും കണ്ടുപിടിക്കാം. എനി ഡൗട്ട്? എടോ മിണ്ടാതിരിക്കേ, സമയമില്ല, വെളി ചെല്ല്. എന്നാ പിന്നെ ഞങ്ങൾ തന്നെ തെരഞ്ഞോളാം. അതെ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നേ? കമ്പിളി തെരഞ്ഞോണ്ടിരിക്കാണ്. അതെ, എന്ത് കമ്പിളിയാണത്? അയ്യോ, പാക്ക് ചെയ്ത് തരൂ. ആ നിക്ക് നിക്ക് നിക്ക്. ആ, ഓർമ്മ വന്നു. കമ്പിളി നീയാണ് കൊണ്ടുപോയത്. ഞാനോ? അതെ, കമ്പിളി ഞാൻ തന്നെ വാങ്ങിട്ട് പോയത്. ഓ, അപ്പൊ ഞങ്ങളുടെ കമ്പിളി എവിടെ ഉള്ളത്? കമ്പിളി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓർമ്മ വന്നു. ഞാൻ ഇവിടുന്ന് കമ്പിളിയും വാങ്ങിക്കൊണ്ട് മേഡത്തിന്റെ മമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോയി. എന്നിട്ട് ഞാൻ അവർക്ക് മരുന്ന് കൊടുത്തു. അവർ എനിക്ക് കസാട്ട ഐസ്ക്രീമും തന്നു. എന്നിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. എടാ മണ്ട, നീ ഇവിടുന്ന് കമ്പിളി എടുത്തു കൊണ്ടുപോയതിന് ശേഷം അതിന് എന്ത് സംഭവിച്ചു?
അതെനിക്ക് ഓർമ്മയില്ല. അവൻ മാരത്തിന്റെ മമ്മിയുടെ വീട്ടിൽ തന്നെ അത് മറന്നു വെച്ചിട്ടുണ്ടാവും. വരൂ പോവാം. നമസ്കാരം. എന്ത് നമസ്തേ? 2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നോ? അല്ല, 4 പേര് എന്തിനാ വന്നേ? ഒരു മിക്സി നന്നാക്കാൻ 4 പേരോ? ഞങ്ങള് മിക്സി റിപ്പയർ ചെയ്യാൻ വന്നതല്ലോ. പിന്നെ എന്തിനാണാവോ വന്നേ? നിങ്ങളുടെ കണ്ണാണ് ഈ ലോകത്തിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. നിങ്ങൾ കണ്ണാടി ഇട്ടാ കഴിഞ്ഞാലേ ഈ ലോകത്തെയും ബ്യൂട്ടിഫുൾ ആയി കാണാൻ പറ്റും. എനി ഡൗട്ട്? ഓ, കണ്ണട ധരിച്ചില്ലായിരുന്നോ? അതാ ഞാനും ആലോചിച്ചേ. ഈ മാഗസിനിൽ ഹീറോയിന്റെയും ഹീറോയുടെയും ഫോട്ടോ എന്താ ബ്ലർ ആയിരിക്കുന്നേന്ന്. അല്ല, ഹണി ബണി പോപ്പട്ട് സോർദാർ, നിങ്ങൾ എപ്പോഴാ എത്തിയേ? അല്ല, മിക്സി ശരിയാക്കുന്ന ആൾ എവിടെ പോയി? മമ്മി, വന്നത് ഞങ്ങള് തന്നെയാ. നിങ്ങൾക്ക് മിക്സി ശരിയാക്കാൻ അറിയോ? ഇല്ല. അപ്പോ മിക്സി ശരിയാക്കാൻ എന്തിനാ വന്നേ? ഞങ്ങള് കമ്പിളി വാങ്ങിച്ചോണ്ട് പോകാൻ വന്നതോ. അതെ, കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ കമ്പിളി മറന്നു വെച്ചു. ഒരു ബാഗിനകത്ത് ഇട്ട് വെച്ചതാ. ആ 4 കമ്പിളി ഉണ്ടായിരുന്നു അല്ലേ? ചുവന്നത്, മഞ്ഞ, പച്ച, പിന്നെ നീല കളർ. എല്ലാം ഒരു സഞ്ചിയിൽ. അതിന് പകരാ ഇത് കിട്ടിയത്. മുത്തശ്ശി, നിങ്ങൾക്ക് മാജിക് അറിയോ? കമ്പിളി പാത്രമാക്കി മാറ്റിയിരിക്കുകയാണോ? ഇല്ല മോനെ, ആ കമ്പിളി കൊടുത്ത് പാത്രക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പാത്രം വാങ്ങി. എന്ത്? അപ്പൊ നിങ്ങളെ ഞങ്ങളുടെ കമ്പളി വിറ്റോ? അയ്യോ, വിറ്റതല്ല മോനെ, എക്സ്ചേഞ്ച് ചെയ്തതല്ലേ. 2 ദിവസം മുമ്പാ എല്ലാ പഴയ തുണികളും കൊടുത്തത്. പഴയ സാധനങ്ങൾ വാങ്ങുന്ന മഹേഷിന്. പഴയത് കൊടുത്ത് പുതിയത് മേടിക്കോ, പഴയത് കൊടുത്ത് പുതിയത് മേടിക്കോ. അങ്ങോട്ടേക്ക് നോക്ക്, മമ്മി പറഞ്ഞ കട. എത്ര നേരം ഞങ്ങൾ വിളിക്കുന്നു, എന്താ മറുപടി വരാത്തെ? എന്റെ പേര് മഹേഷ. സുരേഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിഞ്ഞു നോക്കാനാ? ഞങ്ങൾക്ക് കമ്പിളി വേണം. പ്ലംബറോ? 2 കട അങ്ങോട്ടേക്ക് പ്ലംബറിന്റെ കടയാ. ഇത് പഴയ തുണികളൊക്കെ ഉള്ള കടയാ. പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ, പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പിളി വേണം. എന്ത്? ഡംബിളോ? നിങ്ങളുടെ കാത് കേക്കത്തില്ല. എനി ഡൗട്ട്? എന്റെ ഭാര്യ അടുത്ത് ഇത് പറയരുത്. എന്ത്? എന്റെ ഭാര്യക്ക് ഭ്രാന്താണെന്ന്. അവളുടെ മനസ്സ് പൊട്ടിപ്പോവും. കമ്പിളി കമ്പിളി. ഓ, കമ്പിളിയോ? കമ്പിളി വേണോ? ഇല്ല 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 ഇല്ല, ഞാൻ തുണി കൊടുക്കാറില്ല. ഞാൻ തുണി മേടിക്കാറേ ഉള്ളൂ. അതിന് പകരം പാത്രം കൊടുക്കും. പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ, പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ. ചുവരിൽ തല തട്ടി പൊട്ടിക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. തല പൊട്ടത്തേ ഉള്ളൂ. എടോ, താൻ മേടിച്ചോണ്ട് വന്ന ഞങ്ങളുടെ കമ്പിളിയാ ഞങ്ങൾക്ക് വേണ്ടത്. ചായയോ? നിങ്ങൾ എന്തായി പറയുന്നേ? നിനക്ക് എന്ത് വേണോ എടുത്തോ, എന്റെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ. അങ്ങേരെ എന്ത് വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് കമ്പിളി തരാം. അയ്യോ, രക്ഷിക്കണേ. അല്ല പോപ്പടി. എടാ, എന്തിനാ എന്റെ കട അലങ്കോലപ്പെടുത്തുന്നേ? വല്ലിച്ചത് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ കൈ കൊണ്ട് തന്നെ ഞാൻ ചത്തുപോയേനെ. ആരെങ്കിലും ഈ പാത്രം എടുക്ക്. എന്ത്? പാത്രം എടുത്ത് അടുപ്പി വെക്കണമെന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഫ്രണ്ടിന് പൊള്ളത്തില്ലേ? അതെ, ആ പാത്രം എടുക്കാനാ പറയുന്നത്. ഓ അതെയോ? ഒരു മിനിറ്റ്. കമ്പിളി കിട്ടി. ജോർദാർ, ഇത് നോക്ക്. ഇത് തന്നെയല്ലേ? മണ്ടോ, പാത്രം തലയിലുണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റാ?
നമ്മളെ കമ്പിളി. എന്റെ കട വിട്ട് പുറത്തേക്ക് പോടാ മഹേഷേട്ടാ. ഇപ്പൊ ക്യാഷ് ഇല്ല, പിന്നെ ഗ്യാസ് ഇല്ല. നിങ്ങൾ ബെസ്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ മഹേഷേ അല്ല, ഞാൻ നരേഷ് അല്ലെന്ന് എനിക്കറിയാം. ഇറങ്ങി പോടോ. എല്ലാ സ്ഥലത്തും നിന്റെ ഐഡിയാസ് വർക്ക്ഔട്ട് ആവില്ല ബന്നി. ഇയാൾക്ക് ചെറിയ കാര്യം പറഞ്ഞാലേ ചെവി കേൾക്കത്തില്ല, പിന്നെ ഇത്രയും കാര്യങ്ങൾ തെറ്റായിട്ട് പറഞ്ഞാലോ. മഹേഷേട്ടാ, ഞങ്ങൾക്ക് ഈ കമ്പിളി വേണം. പ്ലീസ് ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ പേയ്മെന്റ് തരാം. സിമന്റോ? സിമെന്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ജോലി തുണിയാ. പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ, പഴയത് കൊടുത്ത് പുതിയത് മേടിക്കൂ. അയ്യോ കമ്പിളി വേണം, കമ്പിളി 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 കമ്പിളി. എടുത്തോണ്ട് പോയിക്കോ, കമ്പിളി എടുത്തോണ്ട് പോയിക്കോ. കൂടെ സ്വെറ്റർ ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോയിക്കോ. ആദ്യം എവിടുന്ന് പുറത്തു പോ. Thank you. വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ പഴയ ബ്ലാങ്കറ്റ്സ് നമുക്ക് തിരിച്ചു കിട്ടി. ഇന്ന് നമ്മൾ ഈ ബ്ലാങ്കറ്റ്സ് പോച്ചുകൊണ്ട് ബാർബക്യും കഴിക്കാൻ പോവാ. അതെ, ബ്ലാങ്കറ്റ് തേടാൻ പോയി ഹണിക്ക് പുതിയൊരു സ്വെറ്ററും കിട്ടിയല്ലോ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.